തീവ്രവാദിയല്ലേ? എന്റെ അടുത്ത് മോന്തിരിക്കണ്ട. നിന്റെ കൂട്ടുകാരനെ പോലീസ് സുട്ടുകൊന്നു. മനസ്സിലാകുന്നുണ്ടോ? പുരീതാ നെറ്റിയിലെ സുട്ടുകൊണ്ടിട്ടാങ്ക. പോലീസ് കാട്ടുക്കുള്ള ഏറി തുടങ്ങി. ரொம்ப നേരം ആവാതെ ഇങ്ങെത്താനായിട്ട്. കൊല്ലാനായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. രക്ഷപ്പെട്ടു പോക്കോ. இந்த அரிவாரமா போனா மோசப்பட்டின்னு ஒரு ஸ்தலம். அங்கிருந்து பஸ் கிடைக்கும். തിരിച്ചൊരു ചവിട്ടി തന്നു അറിയാനായിട്ടല്ല, പൊണ്ണും നനച്ചു. രക്ഷോട്ട് നോക്കോ. പലതും മനസ്സിലാവുന്നുണ്ടോ? പുരീതാ. സർ, ഇത് ചിന്നാൽപ്പട്ടി ഏരിയ. ഇവിടെ തിക് ഫോറസ്റ്റാ. ഇത് വീരാളിപ്പട്ടി ഏരിയ. റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്ന ഇതിലൂടെയാണ്. ഇവിടെ പല സമയത്തും ട്രെയിൻ മൃഗങ്ങളെ ഇടിച്ചിടാറുണ്ട്. മഴ സമയത്ത് ഈ കാടിനകത്ത് കയറുന്നത് ഹൈലി റിസ്ക് ആണ് സർ. നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ അനുസരിച്ച് ഇവിടെ നിന്ന് 12 കിലോമീറ്റർ അകത്തായിരിക്കണം ഇവരുള്ളത്. ഈ ഏരിയയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ആനിമൽസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഒരു പുലി ഇറങ്ങി നാട്ടുകാരെ ആക്രമിച്ചു. ശരിയല്ലടോ? ശരിയാണ് സർ. ആണോ? ഈ തീപ്പാക്കട ഏരിയ ഒരുപാട് മലകളുള്ള സ്ഥലമാണ് സർ, അല്ലടോ? അയ്യോ സാറേ, ഞാൻ കാട്ടിലൊന്നും പോകാറില്ല ഇവരെ പോലെ. ആ സർ, ഇദ്ദേഹമാണ് ഇവിടുത്തെ സ്റ്റേഷൻ മാസ്റ്റർ. നമസ്കാരം. അതിനിവിടെ സ്റ്റേഷനും ഉണ്ടോ? ഇല്ല സർ, പക്ഷേ കൊരങ്ങണി റെയിൽവേയുടെ ചാർജ് ഇദ്ദേഹത്തിനാണ്. ആഹാ. SI സാർ അവിടെ വന്നിരുന്നു. ഈ കാർഡ് അറിയുന്നവൻ ഒരാളേ ഉള്ളൂ, ശിഖാമണി. ഇവരതിനകത്ത് കയറി നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല. ശിഖാമണി അയാളിപ്പോ എവിടെ ഉണ്ടാവും? കാടിനകത്തുണ്ടാവും. പക്ഷെ സാറ് പറയുന്നത് പോലെ ഒരു സെർച്ചിന് അവനെ വിട്ടുതരാൻ പറ്റില്ല. ഈ സെക്ഷനിൽ കൃത്യമായി ജോലി ചെയ്യുന്ന അവൻ മാത്രമാണ്. പിന്നെ ഈ സ്ഥലങ്ങളെക്കുറിച്ച് അറിയാനാണെങ്കിൽ ഞാൻ വിളിപ്പിക്കാം. കാടിന്റെ മർമ്മം കൃത്യമായി അവനറിയാം. മാഷിന് അറിയാലോ ഞങ്ങളുടെ ബുദ്ധിമുട്ട്. സെർച്ചിന് പോയ പോലീസിന് കുറച്ചു ദൂരം പോലും അകത്ത് കയറാൻ കഴിഞ്ഞിട്ടില്ല. എനിക്കറിയാം. സാറ് വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ല അകത്ത് കയറാൻ. കേറിയല്ല പറ്റൂ. നാളെ റിസർവ് ബറ്റാലിയന്റെ ഒരു ഫോഴ്സ് വരും. അവരോടൊപ്പം കാട്ടിൽ കയറാൻ 2 പേര് വേണം. റൈറ്റ് സർ. ശിഖാമണി,
ഇനി വാ. പഴയ പോലെ കാട്ടിനകത്തേക്കുള്ള ഓട്ടോ ഒക്കെ നിർത്തിക്കൂ. പോലീസിന്റെ ബഹളം കണ്ടിട്ട് ചില്ലറക്കാരല്ല വന്ന് ചാടിയിരിക്കുന്നത്. ഓ നാളെ നീ അവർക്ക് കാട്ടിലേക്കുള്ള വഴിയൊന്ന് കാണിച്ചു കൊടുക്കണം. യാർക്ക്? പോലീസിന്. ഡാ, സൂക്ഷിക്കണം. ഞാൻ ആദ്യമായിട്ടാ ഒരു തീവ്രവാദിയെ കാണുന്നേ. ചത്തതാണേലും കാണാൻ പറ്റിയല്ലോ. അത് എൻകൗണ്ടറാ, എൻകൗണ്ടർ. അത് കറക്റ്റ്. എന്തോന്നാണ് എൻകൗണ്ടർ? അതായത് നമ്മൾ പോലീസ് പിടിച്ച് ജീപ്പിലിട്ടോണ്ട് പോകുമ്പോ നമ്മളോട് ജീപ്പ് നിറങ്ങി ഓടി രക്ഷപ്പെട്ടോളം പറയും. നമ്മൾ ഓടുമ്പോ പുറകിൽ നിന്ന്, അതായത് ബാക്കിൽ നിന്ന് വെടിവെച്ചു. അതാണ് എൻകൗണ്ടർ. അല്ല, ഈ പോലീസ് ഓടാൻ പറയുമ്പോ നമ്മൾ നടന്നാ പോരെ? നടന്നാൽ ഓടിയാൽ അവര് വെടിവെച്ചുല്ലോ. ആണോ? ഈ എവിടായിരുന്നു? തീവ്രവാദികളെ നിങ്ങൾ നേരിട്ട് കണ്ടാ? ഈ കഴിക്കുന്നില്ലേ? പേടിച്ച് കാണും. സാധാരണഗതിയിൽ പേടിച്ച് ചിലർക്ക് വിശക്കാറില്ല. എനിക്ക് പേടി തോന്നിക്കഴിഞ്ഞാ പിന്നെ ഭയങ്കര വിശപ്പാ. ആമിന, ഒരു 2 കഷ്ണം പുട്ടിഞ്ഞെടുത്തോണ്ട്. ഉണ്ണിയെ കണ്ടാലറിയാം ഊരിലെ പഞ്ഞം. അതെ, കഴിക്കേണ്ടവരൊക്കെ കഴിച്ചോ. ഇവന് പേടി തോന്നിയാ പിന്നെ ഒന്നും കാണുകയല്ല. എന്റെ ബണ്ണിഞ്ഞ ഈ പോവാ. പിശാസ്! ഈ കാല് വെച്ചിട്ട് 4 ദിവസം എവിടെയും പോകാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. വല്ല മനസ്സിലാകുന്നുണ്ടോ? ഏത് ഭാഷ യാരോട് പറഞ്ഞു? വല്ലതും കഴിച്ചോ? സാപ്പാട് ആണോ? എക്കള് പോയിട്ടില്ലേ? അവളോതാ. എന്താണത്? നോക്കി വാ. സാറേ, നിങ്ങളായാലും ഇവിടെ മൃഗങ്ങളുണ്ടാവോ? ഏയ്, പക്ഷെ സൂക്ഷിക്കണം, കുളക്കോഴി കാണും. പോടോ. സർ?
ആ ശിഖാമണി വന്നില്ലേടോ? അന്വേഷിച്ചു സർ, കണ്ടില്ല. ഞാൻ താഴെ പോയെന്ന് അന്വേഷിച്ചിട്ട് വന്നു. എവിടെ? അടിവാര. എന്താ പേര്? പുലിക്കുട്ടിൽ ഹരി. പുലികൾക്ക് കൂടി നാണക്കേട് ഉണ്ടാക്കരുത്. നടക്കടോ. സാറൊന്ന് കനിയണം. ആ. എന്റെ കാലി ചോട്ടി പിടിച്ചിരിക്ക. ഓ, നടക്ക. നടക്കട, വേറെ രക്ഷയില്ല. കുറച്ചുപേർ അങ്ങോട്ട് പോകും. ഇത് എങ്ങോട്ടാടോ? അല്ല സർ, ഈ കുന്നൂടെ കടന്നു കഴിഞ്ഞാൽ എത്താൻ പറ്റുന്ന ഇയാൾ പറഞ്ഞു. ഇനിയും കുന്നോ? എനിക്ക് പോയി സാറേ. എന്താടോ ഇത്? നാണമില്ലേ? ഡിപ്പാർട്ട്മെന്റിന്റെ പേര് കളയാനായിട്ട് ഓരോരുത്തന്മാർ ഇറങ്ങിക്കോളും, പേടിത്തൊണ്ടന്മാര്. താൻ പോകണ്ട, ഇവിടെ നിന്നാ മതി എന്റെ കൂടെ. അപ്പൊ സാറ് വരുന്നില്ലേ? ഞാൻ വരുന്നില്ലല്ലോ. ഞാനും പോകണ്ടല്ലോ അല്ലേ? പോണം. താൻ പോണം. ഫോറസ്റ്റിൽ നിന്ന് ഒരാളെങ്കിലും പോണം. സെർച്ച്. കമോൺ കമോൺ സെർച്ച്. വാ വാ വാ. സാറേ അല്ല സാറേ, സാറിന് അച്ഛൻ മരിച്ചപ്പോ കിട്ടിയ ജോലി അത്? ഇനി ഏത് ഏരിയാടോ? മുകളിലോട്ട്. നല്ല ട്രിപ്പ് അല്ലേ സാർ? എടോ, തീരെ പ്രതീക്ഷിച്ചില്ല, അല്ലെങ്കിൽ കുറച്ചുകൂടി എടുക്കായിരുന്നു. എന്താ സാർ, വെപ്പൺസ് ആണോ? ബിസ്ക്കറ്റോ? തിന്ന്. സാറിന്റെ ഒരു കാര്യം. സാറ് നേരത്തെ ഡോഗ് സ്ക്വാഡിലായിരുന്നോ? പട്ടി ബിസ്ക്കറ്റാ? കമാൻ കമാൻ ഫോളോ മീ. നീ ആ വെള്ളത്തിലിറങ്ങി. ഇങ്ങ പായം വിളക്കൊന്നുമില്ല. ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഇവിടെ സ്ഥിരതാമസമൊന്നും പറ്റൂല. കാല് ശരിയായാലും കാടിറങ്ങിക്കൊള്ളണം. മനസ്സിലായോ? സാർ അതേപോലെ നിർത്ത്. തേടി വള്ളി കാലി ചുറ്റി. എടാ ശിഖാമണി, നിന്നെ സാറിന് കാണണമെന്ന്. ഇങ്ങനെ വിളിച്ചവനെ പേടിപ്പിക്കാറോ? അവനെങ്ങാണ് അതുവഴി ഓടി എനിക്ക് പോയി അവന്റെ പുറകെ ഓടിപ്പിടിക്കാനൊന്നും. അല്ല, രോഗി ഇച്ഛിച്ചെന്നും സാർ ഇച്ഛിച്ചെന്നും ഞാൻ മതി. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓടാൻ വയ്യ അല്ലേ? മോനെ ശിഖാമണി, ഇങ്ങ് വാ. ട്രാക്കിൽ കൊഞ്ചം മേലെ ഇருக்கு സാർ. ഓ, കാര്യങ്ങളൊക്കെ മാസ്റ്റർ പറഞ്ഞല്ലോ. എത്ര തിരക്കാണെങ്കിലും വൈകുന്നേരം നമുക്കൊന്ന് കാണണം. അത്ര കടുപ്പിക്കണ്ട. മനസ്സിലായി കാണുമല്ലോ മണി. മനസ്സിലായി കാണുമല്ലോ മോനെ മണി. പരിചയമില്ലാത്ത ആരെങ്കിലും കണ്ടോടാ കാട്ടില്? 2 പിള്ളേരാ, ഒരാണും പിന്നൊരു പെണ്ണും. പയ്യൻ കട്ട തെലുങ്ക, പെണ്ണിന് മലയാളം അറിയാം. അങ്ങനെ ആരെങ്കിലും
എടാ ആരെങ്കിലും സംശയകരമായ രീതി കണ്ട അറിയിക്കണം, മനസ്സിലായടാ? വരട്ടാതടോ, കണ്ടാൽ അറിയിക്കണേ മണി. പൊയ്ക്കോ. പൊക്കോട മണി. പോരെ സാറേ. ആ. ശ്ശോ, എന്തൊരു പാവ. ആര്? എവിടെ പായും വിളക്കും? നീ മലയാളി താനേ? ഞാനിപ്പോ മലയാളത്തിലല്ലേ സംസാരിക്കുന്നേ? അപ്പൊ നീ ഇതുവരെ ഞാൻ ഇതുവരെ ഒന്നും സംസാരിച്ചില്ലല്ലോ. പിന്നെ ഇയാൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഭാഷകളായിട്ട് എനിക്ക് തോന്നിയില്ല. അന്ന് ആനാന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചോടിയില്ലേ, അപ്പൊ മനസ്സിലായില്ലേ എനിക്ക് മലയാളം അറിയാന്ന്. പിന്നെ ഇയാള് പറയുന്ന ഭാഷ മലയാള? സത്യം പറയാലോ, എനിക്ക് മനസ്സിലായില്ല. അല്ല, പേരെന്താ? ശിഖാമണി. ആ, വെറുതെ അല്ല, ഈ മലയാളം ഉണ്ടല്ലോ ശരിക്കുള്ളത്. ഞാൻ പറഞ്ഞുതരാം. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ടിയാൽ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ട്രാക്കിലിരുന്ന പാളത്തിൽ കിടന്ന് തീവ്രവാദി എടുത്ത് തോളത്തിട്ട് പോലെ